നമസ്കാരം, എല്ലാവർക്കും ഐ+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് അല്ലേ, നമ്മൾ കഴിഞ്ഞ 2 പാർട്ടിലായിട്ട് നമ്മളതിൻ്റെ സിലബസാണ് പറഞ്ഞത്. നമുക്കറിയാം വലിയൊരു സിലബസാണ്, ഒരൊറ്റ പാർട്ടിലൊന്നും നമുക്ക് തീർക്കാൻ പറ്റില്ല. പക്ഷെ പറയുമ്പോൾ പോലും നമ്മൾ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയാനും പറ്റുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം അല്ലേ. അത്രയും നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, വിശാലമായിട്ടൊന്നും വലിയ രീതിയിലൊന്നും പറയാൻ പറ്റിയിട്ടില്ല. എങ്കിൽ പോലും ചില കാര്യങ്ങളൊന്നും സൂചിപ്പിച്ച് പോകാൻ സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പാർട്ട് 3ലേക്കാണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മളൊരു മൊഡ്യൂൾ പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാറുള്ളൂ കേട്ടോ. യെസ്, അപ്പോൾ മൊഡ്യൂൾ 8 എന്താണ്? മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ്. ഇവിടെ എന്താണ് ഇത്? കുറച്ചും കൂടെ നമുക്ക് എളുപ്പമുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അല്ലേ, OB-ക്കകത്തൊക്കെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താണ്? സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവല്യൂഷൻ ഓഫ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് അല്ലേ. ക്ലാസിക്കലുണ്ട്, നിയോ ക്ലാസിക്കലുണ്ട്, മോഡേൺ ഉണ്ട് അല്ലേ. അങ്ങനെ പലതരത്തിലുള്ള സ്കൂൾ ഓഫ് തോട്ടുകളുണ്ട്. കൃത്യമായിട്ട് നമുക്ക് ആ ഇവല്യൂഷൻസ് മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മേജർ കോൺട്രിബ്യൂഷൻ ടു ദി മാനേജ്മെൻറ്റ് തോട്ടുകൾ. ഓരോ സ്കൂൾസിനും ഒരുപാട് തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസുകളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഇവിടെ പഠിക്കണം. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, മോഡേൺ മാനേജ്മെൻറ്റ് ടെക്നിക്സ് അല്ലേ. ജാപ്പനീസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്കറിയാം ജാപ്പനീസ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ടൊയോട്ടയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കണ്ടൻറ്റുകൾ പഠിച്ചിട്ടുണ്ട്. ജാപ്പനീസ് മാനേജ്മെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊറിയൻ മാനേജ്മെൻറ്റ് തോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നിക്സുകളുണ്ട്, ലീഡർഷിപ്പ് തിയറികളുണ്ട്. പക്ഷേ നിങ്ങളിത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം നിങ്ങളിത് പഠിക്കണം, പക്ഷേ എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ എന്താണോ ആ പാറ്റേണിലൂടെ ഇതിനെ മനസ്സിലാക്കണം. ക്ലിയർ ആയോ? ആദ്യം നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കണം. കൺസെപ്റ്റ് പഠിക്കാതെ ഇതിൻ്റെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പ്ലസ് ഇതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ഫോമിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണോ ആ തരത്തിലും കൂടെ നിങ്ങളിതിനെ പഠിക്കണം കേട്ടോ. പക്ഷെ നിങ്ങൾ ഇവിടെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്കൊരു ഫ്ലോ അനുസരിച്ച്, പഴയ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ അങ്ങനെ പഠിച്ചു പോകും അല്ലേ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് വേണം, നിങ്ങൾ പഠിക്കുന്നതല്ല, നിങ്ങൾ എങ്ങനെ ഡെലിവറി ചെയ്യാൻ പറ്റും, ആ ഡെലിവറിക്കുള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ആലോചിച്ച് വേണം പോകാൻ. യെസ്, ദെൻ ലീഡർഷിപ്പ് നമ്മളവിടെ നോക്കി. പിന്നെന്താടാ, ലീഡർഷിപ്പ് തിയറീസ് നോക്കി. പിന്നെ QC ഉണ്ട്, ക്വാളിറ്റി സർക്കിളുണ്ട്, TQM ഉണ്ട്. സിഗ്മയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ട് പോകാൻ പറ്റുന്ന ഏരിയയാണ് സിഗ്മ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് അവിടെ നോക്കേണ്ടത് വെച്ചാൽ ബേസിക് മോട്ടിവേഷണൽ തിയറികൾ, മോട്ടിവേഷൻ്റെ കൺസെപ്റ്റുകൾ, തിയറികൾ നമുക്ക് എപ്പോഴും അറിയാം അല്ലേ. കണ്ടൻറ് തിയറികളൊക്കെ ഉണ്ട് അല്ലേ, പ്രോസസ് തിയറി ഉണ്ട്. അപ്പോൾ മോട്ടിവേഷൻ തിയറികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ അവിടെ വരുന്നു. അവിടെ നമുക്ക് ജോബ് അനാലിസിസ്, റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ്, പെർഫോമൻസ് അപ്രൈസലുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കുകളുണ്ട്. നമുക്കറിയാം ജോബ് ഇവാലുവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങോട്ട് അങ്ങ് കയറുമ്പം കുറച്ച് എഡ്ജുള്ള ഭാഗങ്ങളുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. പേഴ്സണാലിറ്റി ഉണ്ട്, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി തിയറികളുണ്ട്, ആട്രിബ്യൂട്ട്സുകളുണ്ട്, ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്, ഓർഗനൈസേഷൻ ബിഹേവിയറിലേക്ക് നമ്മളിവിടെ കയറുന്നു. അവിടെ ആറ്റിറ്റ്യൂഡ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഗ്രൂപ്പ് ഡൈനാമിക്, ഇൻ്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്, ഒരുപാട് കോൺസെപ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾ ഈ കോൺസെപ്റ്റുകളൊന്നും തന്നെ ടെക്സ്റ്റ് ബുക്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കരുത്. എന്ന് പറഞ്ഞാൽ ഈ കോൺസെപ്റ്റുകൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളും കൂടെ നോക്കിയിട്ട് മാത്രമേ പഠിക്കാവുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് മാത്രം നോക്കി നിങ്ങളിതൊന്നും പഠിക്കരുത്. ക്ലിയർ ആകുന്നുണ്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ പേഴ്സണാലിറ്റി തൊട്ട് ഇങ്ങോട്ട് കയറുന്ന ഭാഗം. ബാക്കിയൊക്കെ നമുക്ക് പഠിക്കാം. മോട്ടിവേഷൻ, ലീഡർഷിപ്പ് തിയറി, അങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ, എനിക്കറിയാം നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ എന്തൊക്കെയാണെന്നുള്ളത്, അത് വെച്ചിട്ട് നോക്കാം, വലിയ പ്രശ്നം വരത്തില്ല. പക്ഷേ ഇവിടെ പേഴ്സണാലിറ്റി തൊട്ട് കയറുമ്പോൾ നിങ്ങൾ ആർട്ടിക്കിൾ ഡിപ്പെൻഡ് ചെയ്തോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് അപ്ഡേറ്റഡ് നോളജുകൾ നിങ്ങൾക്ക് ഈ മേഖലയിൽ കിട്ടാൻ പറ്റും കേട്ടോ. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ 1-2 പേജ് മാത്രമേ കാണൂ. ആർട്ടിക്കിൾ ഒരു 10 വായിക്കുമ്പോൾ നമുക്ക് വലിയ നോളജ് ആ മേഖലയിൽ കിട്ടും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഗ്രൂപ്പ് ബിഹേവിയർ പഠിച്ചു. പിന്നെന്താണ്, സ്റ്റൈൽസ് ആൻഡ് സ്കിൽസ് ഇൻ ലീഡർഷിപ്പ് അവിടെ പറയുന്നുണ്ട്. OD, ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, വളരെ കൃത്യമായ ധാരണ TQMൻ്റെ അകത്ത് ആവശ്യമുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ TQMൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മൊഡ്യൂൾ 8നെ സംബന്ധിച്ചോളം മാനേജ്മെൻറ്റ് ആൻഡ് OB 2 പാർട്ട് നോക്കണം. ഒന്ന് സബ്ജക്റ്റ് നോളജ്, ഇപ്പോൾ ലീഡർഷിപ്പ് പഠിക്കാനും മാനേജ്മെൻറ്റ് സ്കൂൾ ഓഫ് തോട്ടുകൾ പഠിക്കാനോ അല്ലെങ്കിൽ മോട്ടിവേഷൻ തിയറികൾ പഠിക്കാനോ അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്കുകൾ പഠിക്കാനോ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലൊക്കെ കൃത്യമാണ്.
ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് PYQ കിട്ടും കേട്ടോ, നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ കേട്ടോ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കിട്ടും. നിങ്ങൾ ഓർക്കണം MCQ നിങ്ങൾ നോക്കണം. ഞാൻ പറയുന്ന MCQ കുറേയൊക്കെ നോക്കണം. കാരണം MCQയിലുള്ള കീ പോയിന്റ് നിങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ഉപകാരപ്പെടും എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. പിന്നെ നിങ്ങൾ പേഴ്സണാലിറ്റി ആ തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് OBയുടെ ഭാഗത്തിലേക്ക് വരുമ്പം OB റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ധാരാളം വായിക്കുന്നത് നല്ലതാണ്. അവിടെ നിങ്ങൾ ഒരുപാട് സഹായിക്കും. ദെൻ മൊഡ്യൂൾ 9 വരുമ്പോൾ അവിടെ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് വളരെ കോറാണ്. കഴിഞ്ഞ തവണയും ഈ ഏരിയയിൽ നിന്നുള്ള PYQ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വായന വേണം, നല്ല സബ്ജക്റ്റ് നോളജ് വേണ്ട ഏരിയയാണ്. കുറേയും കൂടെ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ടെക്സ്റ്റ് ബുക്കൊക്കെ വളരെ ചെറിയ ടെക്സ്റ്റ് ബുക്കാണ് ഇരിക്കുന്നത് അല്ലേ. നിങ്ങൾ എടുക്കുന്ന ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ഇവിടെ നമ്മൾ നോക്കുമ്പം കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ഗോൾസ്, പ്രിൻസിപ്പിൾസ് ഒക്കെ നോക്കുന്നുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട തിയറീസുകൾ, അതുപോലെ മോഡൽസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രെയിം വർക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഇന്ത്യ, അതിൻ്റെ എവല്യൂഷൻസ്, ഡിഫറെൻറ്റ് കമ്മിറ്റികളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളല്ലോ അല്ലേ. കുമാർ മംഗള കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ പലതരത്തിലുള്ള കമ്മിറ്റികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് ആ കമ്മിറ്റികളെല്ലാം ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലോസ് 49 അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ആ മേഖലയിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ഉദാഹരണം പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013 ബന്ധപ്പെട്ട് ക്ലോസ് 49 വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനെ തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെബി റെഗുലേഷൻസും ക്ലോസ് 49 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നമുക്ക് ഷുവറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിഫോംസ് ഇൻ കമ്പനീസ് ആക്ട്, ഇപ്പോൾ കമ്പനീസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഓഡിറ്റ് കമ്മിറ്റി വളരെ റെലവൻ്റ് ആണ് അല്ലേ. CSR കമ്മിറ്റി ഉണ്ട്, ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട്. അവിടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ റോളിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ വളരെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ റിഫോംസ് ഇൻ കമ്പനീസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സെക്രട്ടറിയൽ ഓഡിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസൈഡർ ട്രേഡിംഗ്, ഗ്രീൻ ഗവേണൻസ് ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീൻ ഗവേണൻസ്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കുമ്പം അധികം മെറ്റീരിയൽ നിങ്ങളെ കിട്ടത്തില്ല. പക്ഷെ നിങ്ങളതിൻ്റെ ആർട്ടിക്കിൾ വായിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ധാരണകൾ ആ മേഖലയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ CSR അല്ലേ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSRുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളും കൃത്യമായിട്ട് പഠിക്കണം. ഏതൊക്കെ കമ്പനികൾക്കാണ് CSR മാൻഡേറ്ററി, ഏതൊക്കെ കമ്പനികൾക്കാണ് മാൻഡേറ്ററി അല്ലാത്തത്, CSR ആണെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് എത്ര % മാറ്റണം അല്ലേ, അതിൻ്റെ ഏതൊക്കെ കമ്പനികളുടെ അതിൻ്റെ കൃത്യമായ ടേൺ ഓവറിനൊക്കെ റെഗുലേഷൻസ് പറയുന്നുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ CSRൻ്റെ ഡിഫറെൻറ്റ് മോഡൽസുകൾ പറയുന്നുണ്ട് അല്ലേ. ആ മോഡൽസുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, അവരുടെയൊക്കെ അപ്പോയിൻമെൻറ്റ്, ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിറ്റ് കമ്മിറ്റി നട്ടലിലാണ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓഡിറ്റ് കമ്മിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കിക്കോണം കേട്ടോ. പിന്നെ ഇവിടെ വരുന്നത് ഓരോ കമ്മിറ്റിയുടെ കോമ്പോസിഷൻ, റെസ്പോൺസിബിലിറ്റി ഒക്കെ പറയുന്നുണ്ട്. പിന്നെന്താണ് ഇവിടെ വിസിൽ ബോളിംഗ്, അതൊക്കെ ഇതുമായിട്ട് കയറി വരുന്ന പാറ്റേണാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വിസിൽ ബോളിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 3 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കാം ഏതെങ്കിലും പെർസ്പെക്റ്റീവിൽ കേട്ടോ. കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റിസർച്ച് എത്തിക്സ് പഠിക്കുന്നുണ്ട്. എത്തിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉറപ്പായും ചോദ്യങ്ങളുണ്ട് കേട്ടോ. എത്തിക്സ് ആൻഡ് വാല്യൂ, ഇമ്പോർട്ടൻറ്റ് എത്തിക്കൽ പ്രിൻസിപ്പിൾ ഇൻ ബിസിനസ് ആൻഡ് സോഷ്യൽ ഓഡിറ്റ്, ഇതൊക്കെ നിങ്ങൾ അയച്ചാൽ ബ്രോഡാണ്. ഈ ബ്രോഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ബ്രോഡായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ സ്പെസിഫിക് ആക്കണമെങ്കിൽ ഈ മാറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കിട്ടിയോ? അതിനാ ടെസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ കൃത്യമായിട്ട് എടുത്ത് വായിച്ച് മനസ്സിലാക്കി വരുമ്പോൾ മാത്രമേ, ഉദാഹരണം ഒരു 10 ആർട്ടിക്കിൾ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെ വാലിഡേറ്റ് ചെയ്യപ്പെടുന്ന കണ്ടന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ആ കണ്ടന്റുകൾ വേണം നിങ്ങൾ പഠിക്കാനും വായിക്കാനും കേട്ടോ. അതാണ് മൊഡ്യൂൾ 9 പറയേണ്ടത്. ഇനി മൊഡ്യൂൾ 10 പോകേണ്ടത്. മൊഡ്യൂൾ 10 വരുമ്പം ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. കുറച്ചും കൂടെ കേപ്പബിൾ ആണ് നമുക്ക് പഠിക്കാൻ, കുറച്ചും കൂടെ ഈസി ആണെന്ന് ഞാൻ വേണേൽ പറയാം. കാരണം കുറച്ചും കൂടെ എളുപ്പമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അവിടെ നമുക്ക് ഈ പറയുന്ന
ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ തിയറീസ് പഠിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ലിവറേജ് പഠിക്കുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെന്താണ് ഓപ്പറേറ്റ് ലിവറേജ് പഠിക്കുന്നുണ്ട്, കമ്പൈൻഡ് ലിവറേജ് പഠിക്കുന്നുണ്ട്, ഗിയറിംഗ് പഠിക്കുന്നുണ്ട് അല്ലേ. ദെൻ ഓവർ ക്യാപിറ്റലൈസേഷൻ, അണ്ടർ ക്യാപിറ്റലൈസേഷൻ പഠിക്കുന്നുണ്ട്, ഹൈ ഗിയർഡ് ആൻഡ് ലോ ഗിയർഡിൻ്റെ മാറ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ മോഡൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഏരിയ പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെന്താണ് നമ്മൾ നോക്കേണ്ടത്, ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ തിയറീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. റെലവൻറ്റും ഇറലവൻറ്റും സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്, EBIT-EPS അനാലിസിസ് ഉണ്ട്, ലിവറേജ് ഉണ്ട്. അതുപോലെ തന്നെ EBIT-EPS അനാലിസിനോടൊപ്പം തന്നെ ഇൻഡിഫറൻസ് പോയിൻറ്റും അവിടെ പഠിക്കുന്നുണ്ട്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ് പഠിക്കുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ടൈപ്പ് ഓഫ് ഡിവിഡൻറ്റുകൾ അല്ലേ, ഡിവിഡൻറ്റ് പോളിസികൾ അല്ലേ. യെസ്, അവിടെ ഒരുപാട് കാര്യങ്ങൾ റിട്ടേണിങ്സിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട തിയറികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിവിഡൻറ്റ് പോളിസികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. പിന്നെ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്ത്, ലിക്വിഡിറ്റിയെ ബേസ് ചെയ്തും, പ്രോഫിറ്റബിലിറ്റിയെ ബേസ് ചെയ്തും, റിസ്ക് റിട്ടേൺ അനാലിസിനെ ബേസ് ചെയ്തിട്ടും, കമ്പനിയുടെ ഷോർട്ട് ടൈം സോൾവൻസി പൊസിഷനെ ബേസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ഏരിയ ആണ്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കമ്പോണൻസ് ഉണ്ട്, അവിടെ നമുക്ക് ക്യാഷ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിസീവ്സ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ഈ 3 പാർട്ടും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇൻവെൻട്രി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്സ്, ക്യാഷ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്സുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും ടെക്നിക്സുകൾ വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കുകളാണ്. ആ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കുകൾ എന്ന് പറയുമ്പോൾ അവിടെ കൺവെൻഷണൽ മെത്തേഡുകളുണ്ട്, നമുക്കറിയാം ഡിസ്കൗണ്ടിങ് മെത്തേഡുകളുണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ട്, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഓക്കെ, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അവിടെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പറയുന്നുണ്ട്. ഈ മെത്തേഡ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. എല്ലാവരും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കിലേക്ക് പഠിക്കുന്നുണ്ട്, പക്ഷേ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈ മേഖലയെ പറ്റി പഠിക്കുന്നതിൻ്റെ ഒരു അളവ് കുറവാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ധാരണകൾ വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്കൊക്കെ വളരെ കുറവാണ് സാധാരണഗതി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ NPV എന്താണ്, IRR എന്താണ് അല്ലേ, പേ ബാക്ക് പീരീഡ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയും. പക്ഷേ ഇതിനെപ്പറ്റി വരുമ്പം അത്ര ധാരണ കുറവാണ്. പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് പോകണം കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് പ്രോബിലിറ്റി അനാലിസിസ് വരുന്നുണ്ട്, സെർട്ടനിറ്റി ഈക്വലൻ്റ് മെത്തേഡ് വരുന്നുണ്ട്, റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് മെത്തേഡ് വരുന്നുണ്ട്, സിമുലേഷൻ മെത്തേഡ് വരുന്നുണ്ട്, ഡിസിഷൻ ട്രീ അനാലിസിസ് വരുന്നുണ്ട്, സെൻസിറ്റീവ് അനാലിസിസ് വരുന്നുണ്ട്, ലീസ് ഫിനാൻസിങ് റേഷ്യോസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഈ റിസ്ക് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെത്തേഡ്സുകൾ, അതിനെ അനലൈസ് ചെയ്യുന്ന മെത്തേഡ്സുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്ര ഏരിയ ആണ് ഏത് വരുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വലിയ പ്രശ്നം നമുക്ക് വരാൻ സാധ്യതയില്ല, കാരണം കുറച്ചും കൂടെ നമ്മൾ നെറ്റിനൊക്കെ പഠിച്ച അതേ പാറ്റേൺ ആണ്. അപ്പം നിങ്ങൾക്ക് ഒന്ന് ഇതുമായിട്ട് ഇതിൻ്റെ ടോട്ടൽ സിലബസിൻ്റെ ഒരു പാക്കേജിൽ പറയാൻ പറ്റുന്നത്, ഒന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒന്ന് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ ലിസ്റ്റ് ഔട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പം ചില മെറ്റീരിയൽ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അത് മാത്രമല്ല ഒരുപാട് മെറ്റീരിയലുകൾ നമുക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണം. മനസ്സിലാണ്ടോ? ഒരിക്കലും ചെറിയൊരു ടെക്സ്റ്റ് ബുക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ടോ മാത്രം ഇരിക്കരുത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നിരന്തരം പത്രം വായിക്കുമ്പം നിങ്ങൾക്ക് FDIയിലും FPIയിലും ഗവൺമെൻറ് പോളിസികളിലൊക്കെ വരുന്ന ഒരുപാട് ചേഞ്ചസുകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതും നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ ഉൾപ്പെടുത്തണം. ഞാൻ പറയുന്നത് എക്സാമിന് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് സമയമുണ്ട് അല്ലേ. അപ്പോൾ അതുവരെയുള്ള എല്ലാ വാർത്തകളും, പ്രത്യേകിച്ച് പത്രം നന്നായിട്ട് നോക്കുകയും അപ്ഡേറ്റ് ആകുന്ന കാര്യങ്ങൾ, ഒരു പത്രത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് പേപ്പർ, അതിനുവേണ്ടി തന്നെ ന്യൂസ് പേപ്പർ റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ഇൻഫർമേഷൻ, അതായത് ന്യൂസ് പേപ്പറിൽ വരുന്ന വാർത്തകൾ, പുതിയ ഇൻഫർമേഷൻ ആസ് പെർ ദ സിലബസിനെ ബേസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ബുക്ക് വെക്കുക, ഒരു നോട്ട് ബുക്ക്, ഒരു ഡേറ്റ് ഇട്ടിട്ട് ഒരു പത്രം വായിക്കുക. ഇപ്പോൾ ഒരു ദിവസം വായിക്കുന്ന പത്രത്തിൽ ചിലപ്പം വലിയ വാർത്തകൾ ഉണ്ടാവില്ല, പക്ഷെ അടുത്ത ദിവസം വായിക്കുമ്പോൾ GST ആയിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത വന്നു, അപ്പോൾ ആ ഡേറ്റ് ഇട്ടിട്ട് നോട്ട് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ എന്താണ് ഈ കാര്യങ്ങൾ ഇടയ്ക്കെടുത്ത് വായിച്ച് നോക്കുക. അപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് ഈ പുതിയ കാര്യങ്ങളും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നോട്ടിൽ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഈ പേപ്പറിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. മനസ്സിലാകണ്ടോ?
അങ്ങനെ എത്രമാത്രം ക്രിയാത്മകമാകാമോ അത്രമാത്രം ക്രിയേറ്റീവ് ആകാമോ ആ രീതിയിലെല്ലാം നമ്മൾ പോകണം. അപ്പോൾ പുതിയ ആർട്ടിക്കിൾ, ഏതെങ്കിലും ഒരു കണ്ടൻറ്റുകൾ എടുക്കുമ്പോൾ നല്ല നല്ല ആർട്ടിക്കിൾ വായിക്കുക, അല്ലേ? നല്ല നല്ല ടെസ്റ്റുകൾ വായിക്കുക, പ്രത്യേകിച്ച് ഓതൻറ്റിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ തന്നെ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, CA അടക്കമുള്ള പ്രൊഫഷണൽ കോഴ്സുകളുടെയൊക്കെ മെറ്റീരിയൽ എടുത്ത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓരോ മൊഡ്യൂൾ എടുക്കുമ്പോഴും അതിന് ഓരോ ആക്ഷൻ പ്ലാനാണ്. സിലബസിനെ കൃത്യമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ മെറ്റീരിയൽ എല്ലാം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊരു ലിമിറ്റഡ് ടൈമിൽ, ഒരു നിശ്ചിത സമയത്തിൽ, ഒരു നിശ്ചിത മാർക്കിന്, നിശ്ചിത സ്പേസിലാണ് ഒരു പരീക്ഷ എഴുതാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ അവിടെ സമയം അവിടെ ലിമിറ്റേഷൻ ആയിട്ടുണ്ട്, അതിൻ്റെ സ്പേസ് ലിമിറ്റേഷൻ ആയിട്ടുണ്ട്, അല്ലേ? മാർക്ക് ഇത്രയും മാർക്കിൽ വേണം ഈ പോയിന്റ് നിർത്താൻ, ഇതൊക്കെ നിങ്ങളുടെ നമ്മുടെ കൺസ്ട്രെയിൻസാണ്, അല്ലേ? അപ്പോൾ ഇത് നിന്നുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ പരീക്ഷ അഭിമുഖീകരിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ കൃത്യമായ അവയർനെസ് ഉണ്ടാക്കുക, കൃത്യമായ നോളജ് ഉണ്ടാക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഇത് 10 മാർക്കിനുള്ള രീതിയിൽ പഠിച്ചു വെക്കുക, അല്ലേ? ഏറ്റവും ഹയസ്റ്റ് മാർക്ക് 10 മാർക്കാണല്ലോ. 10 മാർക്കിന് പഠിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കുക, 10 മാർക്കിനാണ് ഞാൻ പഠിച്ചേക്കുന്നത്, അല്ലേ? ഇനി 5 മാർക്കിന് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കണം, 3 മാർക്കിന് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ എടുക്കണം. അങ്ങനെ വേണം ഇതിനെ വാലിഡേറ്റ് ചെയ്യാൻ. മനസ്സിലാണോ? അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫുള്ളി പ്ലാൻഡ് ആണ്. ഏത് ക്വസ്റ്റ്യൻ ഏത് കോൺസെപ്റ്റിൽ എങ്ങനെ വന്നെന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, അറിയാൻ പറ്റും, കേട്ടോ. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. നമ്മൾ സിലബസ് അനാലിസിസ് എനിക്ക് നമ്മൾ 3 പാർട്ടായിട്ടാണ് ചെയ്തത്. ഇപ്പോൾ പോലും നമ്മൾ ഇത് പറയുമ്പോൾ പോലും ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്താണ് പറയുന്നത്. കാരണം എല്ലാം കൂടെ പറഞ്ഞു പോകുമ്പോൾ തന്നെ ഒരുപാട് പാർട്ടിലേക്ക് നീളും, വലിയൊരു സമയം അതിനുവേണ്ടി എടുക്കേണ്ടതായിട്ട് വരും, കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സമയത്തിനുള്ളിൽ ഒരു സിലബസിനെ ഒന്ന് ഓടിച്ച് നോക്കുക, അതുവഴി കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ ഈ സിലബസ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷ വളരെ ഗൗരവത്തോടു കൂടി കാണുക. സമയമുണ്ട്, ആ സമയത്തെ പൂർണ്ണമായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷയിലെല്ലാം വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.